back to our YouTube channel. Very long. ഞങ്ങൾ ഇടയ്ക്ക് 2-3 വട്ടം മീറ്റ് ചെയ്തതിലും നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ലേ? എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? പലരുടെയും ലൈഫിൽ എന്തൊക്കെയൊക്കെ ചേഞ്ചസ് ഒക്കെ വന്നു. വിത്തിൻ എത്ര വീക്കോ? നമ്മൾ ലാസ്റ്റ് വ്ലോഗ് എപ്പോഴായിട്ട് അതൊക്കെ പതുക്കെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പതുക്കെ എന്ന് പറഞ്ഞാൽ 2-3 വർഷത്തിന് ശേഷം അല്ലേ? കല്യാണമാണ്. Can't wait to put all those vlogs. അല്ലടാ, ആകെ 20 പേരുണ്ട്. അതായത് എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾ റെഡി ആവാൻ പോകുന്നത് വരെ വേറെ ഹൽദി ഉണ്ടോ? നമുക്ക് എന്തൊക്കെയുള്ളേ? അപ്പം പിന്നെ ബാച്ചിലറേറ്റ് ഇല്ലേ? നമുക്ക് ബാച്ചിലറേറ്റ് അപ്പൊ അതിന്റെ വീഡിയോസ് എല്ലാം നമ്മൾ ഇറക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഞങ്ങൾ ഇന്ന് എവിടെ പോകുന്നത്? നമ്മൾ ഇന്ന് എവിടെ പോകുന്നത് പറ. ഞങ്ങളുടെ ഒരു വീഡിയോ പറഞ്ഞില്ലായിരുന്നോ? നമ്മുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട്. പിന്നെ നിങ്ങളോട് അന്ന് നമ്മളെന്ത് ബെറ്റർ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് സ്പോട്ട്, ഒരു ബിരിയാണി നമ്മൾ പോവാണ് അവിടെ പോവാൻ അല്ലേ? സോ എക്സൈറ്റഡ്. കഴിച്ചതാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ അത് കഴിക്കാൻ ഭയങ്കര എക്സൈറ്റഡ്. ആരും ഫുഡൊന്നും കഴിക്കാണ്ട് രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? പക്ഷെ ഞാൻ കഴിച്ചായിരുന്നു ഗൈസ്. അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ ഇനി അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ ബൈ ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങൾ ഫൈനലി സ്പോട്ടിലെത്തി. ടു മച്ച് ട്രാഫിക്. അലേന ഇവിടെ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. എനിക്ക് അലേനെ കാണിക്കുന്നത് പാട്ട പോണം എനിക്കറിയില്ല. ടെക്നോളജി. ഞങ്ങളിനി ഫുഡ് വരാൻ വിളിക്കും. ഗൈസ്, ഇവിടെ ഉണ്ടല്ലോ എല്ലാ സ്ഥലത്തും ഒന്നും മറ്റേ ഈ തംസപ്പ് ഒക്കെ ബോട്ടിലാണ് വരുന്നത്. ഇവിടെ മാത്രം ഞങ്ങൾക്ക് ചില്ല് ഗ്ലാസ്സിൽ കിട്ടത്തുള്ളൂ. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ ദിസ് ഈസ് ഓൾസോ നെവർ എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ദിസ്. ചില്ല് കുടിക്കുന്നതിൻ്റെ സുഖം വേറെ ഇല്ല സത്യം. പൂക്കി കളിക്കൂ പൂക്കി. ഇതെങ്ങനെയാ മേരി കുടിക്കുന്നത്? ഓൾറെഡി കുറച്ച് കുടിച്ചു തന്നത്. It's actually very good. ചിലർ ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ ഒഴിക്കുക, അങ്ങനെ കുടിക്കരുത്. ഓക്കെ ഫൈൻ. സോ ട്യൂട്ടോറിയൽ അതെ എങ്ങനെ തിന്നണ്ടെന്ന് കാണിച്ചു തരാനൊക്കെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് ഫൈനൽ ബിരിയാണി പിന്നെ കബാബ്. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. കഴിക്കട്ടെ. ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. സാലഡ് ഇല്ലാണ്ട് ഫുഡ് നല്ല ഈ അഹാനയുടെ വ്ളോഗിൽ പറയുന്ന പോലെ നല്ല നൈസ്. എങ്ങനെയുണ്ട് ബ്രോ? പഴയ ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ. അടിപൊളിയല്ലേ? അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ്, നിങ്ങൾ അപ്പുറത്തെ ടേബിളല്ലേ ഇരുന്ന്? എൻ്റെ ഇപ്പുറത്തേക്ക് വന്ന് ടേബിൾ അയ്യോ, ഞാൻ പറഞ്ഞാൽ അങ്ങനെ ബിരിയാണി ചിക്കൻ എടുക്കാം. ജസ്റ്റ് ഓനിയൻ എടുക്കാം. ചവച്ച് കഴിക്കാം.
എന്താ സ്വാദം വേണോ? ഗൈസ് ആരും ഒരാൾ വലിയ കാര്യത്തിൽ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തു. ഇവിടുത്തെ ബിരിയാണി കബാബ് മാത്രമേ ആക്ച്വലി നല്ലുള്ളൂ. ചില്ലി ചിക്കൻ പോലെ ഇല്ല, വേറെ എന്തോ ടേസ്റ്റ്. പക്ഷെ മേടിച്ച സ്ഥിതിക്ക് ചെന്ന് തീർത്തോണ്ടിരിക്കുകയാണ്. ഗൈസ് ഫുഡ് എല്ലാം കഴിച്ച് ഞങ്ങൾക്ക് വയറൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞു. സിൻസ് വി ആർ ഗുഡ് ഗേൾസ് നമ്മളിവിടെ ശിവാജി നഗർ പള്ളിയിൽ പോകും. യെസ്, നമ്മൾ എന്തായാലും ശിവാജി നഗർ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ചു പള്ളിയിലും കൂടെ കയറിയിട്ട് പോവാം. നിങ്ങൾ അന്വേഷിക്കും പല്ലേന എവിടെയാണ് മുന്നിൽ പോകും. മേഡം എപ്പോഴും അങ്ങനെയാ, ഫ്രണ്ടിലങ്ങ് പോവും. ഒന്ന് കാണിച്ചു കൊടുക്കേ. നിങ്ങൾ നിൽക്ക്, നമ്മളും കൂടെ വരട്ടെ. എൻ്റെ വയറ് ചെറിയ കാണേ. അതെ, ഗർഭിണി എന്ന് പറഞ്ഞാൽ മതി. അപ്പം എൻ്റെ ഗൈസ് ഞങ്ങൾ തിന്ന് ആക്ച്വലി ഫുൾ മടുത്തു. പക്ഷെ പള്ളി ഈസ് ലൈക്ക് ഇൻ എ ഡിസ്റ്റൻസ് ഓഫ് എത്ര മീറ്റർ, 200 മീറ്റേഴ്സിനുള്ളിലല്ലേ പള്ളി, അത്രയും ദൂരം ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ പോയിട്ട് വരാമെന്ന്. വയറ് ഫുൾ നിറഞ്ഞിട്ടാണ് ഗൈസ് നടക്കാൻ. ഉത്തരവാദി എന്ന് പറയുന്നത് ഫുഡാണ്. ഫുഡ് ഡെലിവറിക്ക് ഇനിയിപ്പോൾ ഫുഡ് മൈ ഗോഡ്. നമ്മൾ ആക്ച്വലി ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. അതാണ് ഫുൾ തിരക്ക്. ഫുൾ തിരക്കാണ് ഗൈസ്. നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ ഇനി കാണിച്ചു തരാം. കറക്റ്റ്. ഗൈസ് ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി. ഇവിടെ പള്ളിയിൽ ഏതോ കല്യാണം നടക്കുകയായിരുന്നു. സോ നമ്മൾ ബാക്കി സ്ഥലത്തൊക്കെ പോയി. നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. ഹൃദ്യക്ക് ഇവിടം വരെ വന്നിട്ട് അവിടെ പോയില്ലെങ്കിൽ അവൾക്ക് സമാധാനം ഉണ്ടാവും. 5 പൈസ ഇല്ലെങ്കിൽ പോലും എനിക്ക് വരണം. പോയിട്ടിരിക്കും. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അവിടെ ഒരു കടയുണ്ട്. ആ ഒരു കടയിൽ മാത്രം എനിക്ക് അറിയാൻ മതി. അവിടെ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇവിടെ എപ്പോൾ വന്നാലും എനിക്ക് അവിടെ പോകാം. സോ നമുക്കത് കൊമേഴ്ഷ്യലിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, പോവാം. ഗൈസ് ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഒട്ടും ബില്ല് എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു 6000 റുപ്പീസിന് ഞങ്ങൾ ഷോപ്പ് ചെയ്തു. ഈ വ്ളോഗിലൂടെ ആയിരിക്കും അമ്മ അറിയാം ഇത് 6000 റുപ്പീസ് ആയെന്ന്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് നൈസ്. ജൂൺ 1 ഞങ്ങൾ വല്ലാണ്ട് ഭയങ്കരമായിട്ട് ഷോപ്പ് ചെയ്തു. അതുകൊണ്ട് ഇനി ഞങ്ങൾ ജൂലൈ 1 അത് എല്ലാവരും ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിച്ചു. സോ ഇറ്റ് വാസ് ഫൺ. പൈസ പോയതിൻ്റെ വിഷമമുണ്ട്. ബട്ട് ലൈക്ക് ഫൈൻ. കുഴപ്പമില്ല. വല്ലപ്പോഴേ ഉള്ളൂ ഈ പറയുന്ന പോലെ ഞങ്ങൾ 3 പേരും നല്ല അതെ, ഒരുമിച്ചുള്ള എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സാധാരണ മീൻ ഞങ്ങളിവിടെ വന്നാൽ അവള് മേടിക്കുകയില്ല. പക്ഷെ ഇത്തവണ അവള് മേടിച്ചു. ഫുൾ ഏത് ഡ്രസ്സിന് ഉത്തരവാദിയും കറക്റ്റാ. സോ പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഞങ്ങൾ ഫുൾ ടയേർഡായി. ഇവിടെ നാരങ്ങ വെള്ളം കുടിക്കാതെ വിചാരിച്ചു. 700 രൂപ. ഗൈസ് ഫൈനലി ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഞങ്ങൾ ആക്ച്വലി ഉണ്ടല്ലോ, ഞങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നോർമലി എല്ലാ മന്തും ഞങ്ങൾ ഇങ്ങനെ പോയി ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, നമ്മൾ സ്ട്രേറ്റ് ഓട്ടോ വിളിച്ച് ബിരിയാണി കഴിക്കാൻ പോകുന്നു, തിരിച്ച് മര്യാദയ്ക്ക് വീട്ടിൽ വരുന്നു. പക്ഷേ ഇത് ഞങ്ങളുടെ ഏതോ ഒരാൾ അതെ ആ ഒരു അബദ്ധത്താൽ ഞങ്ങൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് 3,000 to 4,000 ഈച്ച് വെച്ച് എന്താ പറയാ പോയി. അത് ജസ്റ്റ് ഷോപ്പ് ചെയ്തില്ല. അത് കഴിഞ്ഞ് വേറെ കുറെ സാധനങ്ങൾ തിന്നേനും നടന്നതിനൊക്കെ വേറെ ആയിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല. സോ ഷോപ്പിംഗ് അല്ലേ ചെലവ്. അനാവശ്യമായി 2-3 ചെരുപ്പൊക്കെയാണ് ഇവിടെ മേടിച്ചോണ്ട് പോകുന്നത്. അതെ അതെ അതെ. ഞാൻ ഒറ്റ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അതുകൊണ്ട് ഈ മാസം എന്തായാലും ഞങ്ങൾ ഇനി ഒന്നുകൂടെ പുറത്തിറങ്ങുന്നതായിരിക്കില്ല. ഇനി ഞങ്ങൾ വീട്ടിലുള്ള പരിപാടീസൊക്കെ ഉണ്ടാവുള്ളൂ. സോ ഇപ്പം നമ്മൾ എങ്ങോട്ട് പോകുന്നത്? ഇപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോയി ഇനി ഒരു പരിപാടിയില്ല അല്ലേ? യെസ്, വി ജസ്റ്റ് ഗോണ ടേക്ക് റെസ്റ്റ്. സോ
അപ്പോൾ ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ